കർത്താവിന്റെ പരിശുദ്ധ നാമം ഈ രാത്രിയിൽ വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ചില സാങ്കേതികമായ ബുദ്ധിമുട്ടുകൾ സിസ്റ്റത്തിന് മുമ്പിൽ നേരിടുന്നതുകൊണ്ട് ഹല്ലേലൂയ, നെറ്റിന്റെ പ്രോബ്ലമാണോ എന്ന് അറിയുന്നില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി വീണ്ടും നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നല്ലവനായി വല്ലവനായി നമ്മുടെ മധ്യ ആഗതനായിട്ടുണ്ട്. ഹല്ലേലൂയ. എത്ര പേർക്ക് കർത്താവിന്റെ ദിവ്യ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നുണ്ട്? ഹല്ലേലൂയ. മരിച്ചവരും മൗനത്തിലായിരിക്കുന്ന ആരും യഹോവയെ സ്തുതിക്കാതിരിക്കുമ്പോൾ ജീവനുള്ള ദൈവത്തെ ഇന്ന് രാത്രിയിലും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മൾ ഒരുമിച്ച് സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ വലിയവരായ ദൈവം ഒരുക്കിയ മകൾ ഭാഗ്യത്തെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം. ദൈവമായ കർത്താവ് എല്ലാവരെയും എല്ലാ നിലകളിലും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രാത്രി വാക്കുകൾ കൊണ്ട് മുറിവ് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ക്ഷമിക്കാതെ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന് സ്ഥലം കൊടുക്കാതെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരവസരമാണ്. ഹല്ലേലൂയ. അത് മാറ്റത്തിനും സൗഖ്യത്തിനും പുനഃസ്ഥാപനത്തിനും ഇപ്പോൾ ഈ കാലത്തിലൂടെ നമ്മുടെ കുടുംബത്തെ ദൈവത്തിന് സമർപ്പിക്കാം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിനായി സമർപ്പിക്കാം. ഹല്ലേലൂയ. മനോഹരമായ ഈ ഗാനം ശ്രമിച്ചാലും പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എൻ വീട്ടിൽ സമാധാനം തരേണമേ, എൻ ഹൃദയം നീ മാറ്റേണമേ, വേദനകൾ എല്ലാം നീക്കണമേ, കർത്താവേ നീ വസിക്കണമേ, തകർന്ന ബന്ധങ്ങൾ ചേർക്കണമേ, തണുത്ത ഹൃദയം ചൂടാക്കണമേ, മൗനത്തിലെ കണ്ണീർ തൊടേണമേ, എൻ ജീവിതം പുതുക്കേണമേ. എൻ വാക്കുകൾ ജീവൻ നൽകട്ടെ, എൻ മനസ്സ് ശുദ്ധമാകട്ടെ, ക്ഷമയുടെ വഴി പതിപ്പിക്കണമേ, സ്നേഹത്തിൻ്റെ തീ തെളിയിക്കണമേ, എൻ കുടുംബം നിനക്കായി ജീവിക്കട്ടെ, എൻ വീട് നിന്റെ ആലയമാകട്ടെ, ഞാൻ മുഴുവനും സമർപ്പിക്കുന്നു, നീ മാത്രമേ രാജാവാകൂ, ഇന്നു മുതൽ പുതുതുടക്കം എന്നേക്കുമായി നിന്നോടൊപ്പം. Precious Jesus. Hallelujah. Thank you, Lord. ഇന്ന് രാത്രി സാങ്കേതികമായ ബുദ്ധിമുട്ടുകൾ മുമ്പിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്ന് വീണ്ടും മനസ്സിലാക്കുന്നു. എങ്കിലും ഇത് യൂട്യൂബിലും ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്യുവാൻ ഈ ലൈവ് അതെ Praise the Lord. Hallelujah.
റെക്കോർഡിംഗ് ചെയ്യുന്നുണ്ട്. ആമേൻ. അതുകൊണ്ട് ഉടൻ തന്നെ ഈ ലൈവ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, ഇന്നത്തെ ഈ സമയം നമ്മൾ ഒന്ന് നിശബ്ദമായി നമ്മുടെ ജീവിതത്തെ നോക്കേണ്ട സമയമാണ്. ഹല്ലേലൂയ. കാരണം ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്ന വിഷയം വളരെ ആമേൻ നേരിട്ട് നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ കുടുംബ ജീവിതത്തെയും സ്പർശിക്കുന്നതാണ്. നമ്മൾ പലരും ഒരുപാട് സമയങ്ങളിൽ ഒരേ ആമേൻ ചോദ്യമാണ് ചോദിക്കുന്നത്. ആമേൻ, എന്തുകൊണ്ട് നമ്മുടെ വീട്ടിൽ സമാധാനമില്ല? എന്തുകൊണ്ട് ചെറിയ കാര്യങ്ങൾ വലിയ പ്രശ്നങ്ങളായി മാറുന്നു? എന്തുകൊണ്ട് ഒരിക്കൽ സ്നേഹത്തോടെ നിറഞ്ഞിരുന്ന ബന്ധങ്ങൾ ഇന്ന് തണുത്തുപോയി? ആമേൻ, ഇവ വെറും ചോദ്യങ്ങൾ മാത്രമല്ല, നമ്മുടെ ഉള്ളിലെ വേദനയുടെ ശബ്ദങ്ങളാണ്. പ്രിയരേ, ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് വളരെ സ്നേഹത്തോടെ ഹല്ലേലൂയ എന്നാൽ സത്യസന്ധമായി ഒരു ചോദ്യം ചോദിക്കുന്നു. ഈ തകർച്ചയ്ക്ക് കാരണമാരാണ്? ഹല്ലേലൂയ. നാം പലപ്പോഴും സാഹചര്യങ്ങളെ കുറ്റം പറയും, മറ്റുള്ളവരെ കുറ്റം പറയും. അവൻ ഇങ്ങനെ പറഞ്ഞു, ആമേൻ, അവൾ അങ്ങനെ ചെയ്തു. ആമേൻ. ചിലപ്പോൾ നാം ശത്രുവിനെയും കുറ്റം പറയും. പക്ഷെ ഒരു നിമിഷം നമ്മൾ സത്യസന്ധമായി നമ്മുടെ ഹൃദയത്തിൽ നോക്കിയാൽ ആമേൻ ഒരു മറച്ചു വെച്ച സത്യം ആമേൻ നമുക്ക് കാണുവാൻ കഴിയും. കുടുംബം തകർന്നു പോകും. ആമേൻ. ഹല്ലേലൂയ. അതെ, കുടുംബ ജീവിതങ്ങൾ തകർന്നു പോകുവാൻ ചിലപ്പോൾ പുറത്തുള്ള ശക്തിയേക്കാൾ കൂടുതൽ നമ്മുടെ സ്വന്തം വാക്കുകളും ആമേൻ നമ്മുടെ സമീപനവും ആമേൻ നമ്മുടെ പ്രതികരണങ്ങളും കാരണമാകുന്നുണ്ടാകാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അറിയാതെ പറഞ്ഞ ഒരു വാക്ക്, നിയന്ത്രിക്കാത്ത ഒരു കോപം, ക്ഷമിക്കാത്ത ഒരു മനസ്സ്, ഇവ ചെറിയ കാര്യങ്ങൾ പോലും ഹല്ലേലൂയ ആമേൻ നമുക്ക് തോന്നാം. പക്ഷേ ഇവ തന്നെയാണ് ഒരു കുടുംബത്തിന്റെ അടിത്തറയെ ആമേൻ പതിയെ പതിയെ ദുർബലമാക്കുന്നത്. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, ഇന്ന് ദൈവം നമ്മെ കുറ്റപ്പെടുത്തുവാനല്ല വിളിക്കുന്നത്, നമ്മെ തിരുത്തുവാനാണ്. ഹല്ലേലൂയ. ഇന്നത്തെ ഈ സമയം ഒരു ആത്മപരിശോധനയുടെ സമയമാകട്ടെ. ഹല്ലേലൂയ. ആമേൻ. എന്നോട് ചേർന്ന് എത്ര പേര് ഇങ്ങനെ പ്രാർത്ഥിക്കും? കർത്താവേ, എന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾക്ക് കാരണം എവിടെയെങ്കിലും ഞാൻ തന്നെയാണോ? ഈ ചോദ്യത്തിന് ഞാൻ ഹൃദയത്തിൽ സത്യമായി ഉത്തരം കണ്ടെത്തുമ്പോൾ ആമേൻ അതാണ് ഹല്ലേലൂയ പുനഃസ്ഥാപനത്തിന്റെ തുടക്കം. കാരണം ആമേൻ നാം മാറാൻ തയ്യാറായാൽ ദൈവം നമ്മുടെ കുടുംബത്തെ മാറ്റുവാൻ തയ്യാറാണ്. സ്വർഗ്ഗീയ പിതാവേ, ഇന്ന് രാത്രി ഈ ആത്മീയ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവേ, ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി, ആത്മീയമായി ഏതെങ്കിലും മേഖലകളിൽ തകർന്നിരിക്കുന്ന കുടുംബങ്ങൾ ഇന്ന് രാത്രി ഈ സന്ദേശം ശ്രമിക്കുന്നുവെങ്കിൽ എല്ലാ മേഖലകളിലും ദൈവവചനത്തിന്റെ ഇടപെടൽ ഉണ്ടാകണമേ. പരിശുദ്ധാത്മാവേ, ഇന്ന് രാത്രി കുടുംബങ്ങളെ സ്പർശിക്കണമേ, ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ, ദൈവകൃപയാൽ നിറയ്ക്കണമേ. ശുശ്രൂഷിപ്പാനടിയനെ ശക്തീകരിക്കണം, ജനത്തെ അവിടുന്ന് ഒരുക്കണം. മുഴുവൻ മഹത്വവും മാനവും പുകഴ്ചയും അവിടുത്തേക്ക് അർപ്പിക്കുന്നു. അടിയങ്ങൾക്കായി കാൽവരിയിൽ ജീവനർപ്പിച്ച പുണ്യേശു കർത്താവിന്റെ നാമത്തിൽ താഴ്മയായിരിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ. ആമേൻ. ഇന്ന് രാത്രി ആമേൻ ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചനം ലോകത്തിന്റെ അറ്റത്തോളം എത്തിക്കുവാൻ വിശ്വസ്തനെന്ന് എന്നെ ഈ കുടുംബത്തിൽ നിർത്തിയിരിക്കുന്ന സർവകൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് സ്വദേശത്ത് വിദേശത്ത് ആമേൻ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ലോകരാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ സന്ദേശം ശ്രമിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തീയ വന്ദനം അറിയിച്ചുകൊണ്ട് ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ആമേൻ. വചനത്തിന്റെ ആ വെളിച്ചം ആമേൻ അത് കുടുംബനാശത്തിന്റെ മൂല കാരണമാണ്. ആമേൻ. വിശുദ്ധ ആമേൻ വചനത്തിലൂടെ നാം ആമേൻ ശ്രമിക്കുവാനായിട്ട് പോകുകയാണ്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 15-ാം വാക്യമാണ് ഇന്ന് രാത്രിയിലെ ദൈവവചന ചിന്തയ്ക്ക് ആധാരമായി നാം വായിക്കുന്നത്. വായിച്ചാലും ഗലാത്യ ലേഖനം 5-ാം അധ്യായം 15-ാം വാക്യം. ഹല്ലേലൂയ. വായിച്ചാലും പ്രിയ
ദൈവജനമേ, ഇപ്പോൾ നാം കേട്ട വചനം വളരെ ചെറുതാണെങ്കിലും അതിന്റെ അർത്ഥം വളരെ ആഴമുള്ളതാണ്. ഹല്ലേലൂയ. നിങ്ങൾ തമ്മിൽ തമ്മിൽ ആമേൻ കടിച്ചു തീർന്നുവെങ്കിൽ ആമേൻ പരസ്പരം നശിച്ചു പോകാതിരിക്കുക, ആമേൻ സൂക്ഷിച്ചു കൊള്ളുവിൻ എന്നാണ് നാം വായിച്ചു കേട്ടത്. ഹല്ലേലൂയ. ആമേൻ. ഒരിക്കൽ കൂടെ വായിക്കാം. ഹല്ലേലൂയ. നിങ്ങൾ അന്യോന്യം കടിക്കുകയും തിന്നുകളയുകയും ചെയ്താലോ ഒരുവനാൽ ഒരുവൻ ഒടുങ്ങിപ്പോകാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ തമ്മിൽ തമ്മിൽ കടിച്ചു തീർന്നുവെങ്കിൽ പരസ്പരം നശിച്ചു പോകാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ആമേൻ. ഈ വചനം ഒരു മുന്നറിയിപ്പാണ്, ഒരു ആത്മീയ ആമേൻ അലാറമാണ്. ഹല്ലേലൂയ. അപ്പോസ്തലൻ ഇവിടെ ഉപയോഗിക്കുന്ന ഭാഷ ഒന്ന് ശ്രദ്ധിക്കൂ. കടിച്ചു കീറുന്നു. ഹല്ലേലൂയ. ഇത് സാധാരണ തർക്കം പറയുന്ന വാക്കല്ല. ആമേൻ. ഇതൊരു അപകടകരമായ അവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ്. സ്നേഹബന്ധം ഉണ്ടായിരിക്കേണ്ടടുത്ത് ആമേൻ വേദനിപ്പിക്കുന്ന വാക്കുകൾ, ആമേൻ പരസ്പരം ആക്രമിക്കുന്ന മനോഭാവം, ആമേൻ ഒരാൾ മറ്റൊരാളെ താഴെയിടാനുള്ള ശ്രമം. ഹല്ലേലൂയ. ഇവ സംഭവിക്കുമ്പോൾ കുടുംബം ആമേൻ പതിയെ പതിയെ ആമേൻ മന്ദമായി തകരുവാൻ തുടങ്ങുന്നു. പ്രിയരെ, ഈ വലിയ ആത്മീയ സത്യം നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ. കുടുംബം പുറത്തുനിന്ന് തകരുന്നില്ല, അത് അകത്ത് നിന്നാണ് തകരുന്നത്. അവൻ ശത്രു പുറത്തുനിന്ന് ആക്രമിച്ചാലും അവൻ വിജയിക്കുന്നതാ നമ്മുടെ അകത്ത്. ഹല്ലേലൂയ. അതേ ദുർബലത ഉണ്ടായപ്പോൾ മാത്രമാണ്. അതുകൊണ്ട് കുടുംബത്തിന്റെ യഥാർത്ഥ യുദ്ധഭൂമി പുറത്തല്ല, ആമേൻ നമ്മുടെ ഹൃദയത്തിനുള്ളിലാണ്. ആമേൻ. ഇപ്പോൾ നാം നമ്മുടെ ജീവിതത്തിൽ ഒന്ന് നോക്കാം. ഒരു ചെറിയ വാക്ക് അതെന്താണ് എന്ന് പറഞ്ഞ ഒരു നിമിഷം, ഹല്ലേലൂയ, പക്ഷേ അത് മറ്റുള്ളവരുടെ ഹൃദയത്തിൽ ആമേൻ ഒരു മുറിവായി ആമേൻ മാറിയിട്ടുണ്ടാകാം. ഒരു ചെറിയ കോപം ആമേൻ അത് പോകും എന്ന് നാം കരുതുന്നു, പക്ഷേ അത് ഒരു ബന്ധത്തിന്റെ ഇടയിൽ ആമേൻ മതിൽ പണിയാൻ തുടങ്ങും. ആമേൻ ഒരു ക്ഷമിക്കാത്ത മനസ്സ് ആമേൻ എനിക്ക് മറക്കാൻ പറ്റില്ല എന്ന് നാം പറയും. പക്ഷേ പ്രിയരെ, ക്ഷമിക്കാത്ത ഓരോ ദിവസവും നാം നമ്മുടെ കുടുംബത്തിനായി ഒരു കുഴി കൂടി കുഴിക്കുന്നത് പോലെയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിളിൽ യാക്കോബ് അപ്പോസ്തലൻ ആമേൻ അതേ ലേഖനം എഴുതിയപ്പോൾ അതിന്റെ 3-ാം അധ്യായം 5-6 വാക്യങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് ദൈവസഭയെ ഇങ്ങനെ പ്രബോധിപ്പിക്കുന്നത് വായിച്ചാൽ. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 5-6 വാക്യം. അങ്ങനെ തന്നെ നാവ് ചെറിയ അവയവമെങ്കിലും വളരെ വമ്പ് പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാടും കത്തിക്കുന്നു. ആമേൻ. നാവ് ചെറിയ അവയവമെങ്കിലും അത് വലിയ തീ ആമേൻ കത്തിക്കുക എന്നാ പറയുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഒരു വാക്ക് ആമേൻ ഒരു ദിവസം നശിപ്പിക്കുകയില്ല, പക്ഷേ ആവർത്തിച്ച വാക്കുകൾ ഒരു ബന്ധം പൂർണ്ണമായി തകർക്കും. ആമേൻ. പ്രിയ ദൈവജനമേ, ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് വളരെ സ്നേഹത്തോടെ എന്നാൽ ശക്തമായി പറയുന്നത് ഇതാണ്: നിന്റെ വാക്കുകൾ ശ്രദ്ധിക്കൂ, നിന്റെ കോപം നിയന്ത്രിക്കൂ, ക്ഷമിക്കാൻ പഠിക്കൂ. കാരണം നീ ശ്രദ്ധിക്കാത്ത ചെറിയ കാര്യങ്ങൾ നാളെ വലിയ തകർച്ചയായി മാറുവാനിടയാകും. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ആമേൻ ആത്മാവ് ചില ജീവിതങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ആത്മീയ തീരുമാനം എടുക്കേണ്ട സമയമാണിത്. ഹല്ലേലൂയ. എത്ര പേർ ഇന്ന് രാത്രി ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിൽ തീരുമാനമെടുക്കും? കർത്താവേ, എന്റെ വാക്കുകൾ കൊണ്ട് എന്റെ കുടുംബം തകരുവാൻ ഞാൻ അനുവദിക്കില്ല. എന്റെ കോപം കൊണ്ട് ബന്ധങ്ങൾ നശിക്കാൻ ഇടയാക്കില്ല. ക്ഷമിക്കാൻ എനിക്ക് കൃപ തരണമേ. കാരണം ആമേൻ പ്രിയരെ, നാം മാറാൻ തയ്യാറായ ദൈവം പുനഃസ്ഥാപിക്കുവാൻ തയ്യാറാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർ എന്നോട് ചേർന്ന് വിശ്വാസത്തോടെ പ്രഖ്യാപിക്കും: തകർത്തുകൊണ്ടിരിക്കുന്ന ബന്ധങ്ങൾ ആമേൻ അതേ ദൈവം ഇന്ന് സുഖപ്പെടുത്തും. തണുത്തുപോയ ഹൃദയങ്ങൾ വീണ്ടും ആമേൻ ചൂട് പിടിപ്പിക്കും. വിഭജിക്കപ്പെട്ട കുടുംബങ്ങൾ വീണ്ടും ഒന്നാകും. കാരണം ദൈവം ഇന്നും പുനഃസ്ഥാപിക്കുന്ന ദൈവമാണ്. വിശ്വസിക്കുന്നവർ എന്നോട് ചേർന്ന് ആമേൻ പറഞ്ഞോട്ടെ. ഹല്ലേലൂയ.
നമ്മുടെ വാക്കുകൾ നിർമ്മിക്കുമോ അതോ നശിപ്പിക്കുമോ? ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ആമേൻ പ്രിയ സഹോദരങ്ങളെ, ബൈബിൾ നമ്മോട് വളരെ ആമേൻ ആഴമുള്ള ഒരു സത്യം ആമേൻ പഠിപ്പിക്കുന്നു. ആമേൻ. സദൃശവാക്യം ആമേൻ 18-ാം അധ്യായം അതിന്റെ 21-ാം വാക്യം എന്ന് വായിക്കാം. ഹല്ലേലൂയ. സദൃശവാക്യം 18-21. മരണവും ജീവനും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു. അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിന്റെ ഫലം അനുഭവിക്കും. ആമേൻ. അതെ, മരണവും ജീവനും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു. ആമേൻ. ഈ ഒരു വചനം മാത്രം മതി നമ്മുടെ കുടുംബ ജീവിതത്തെ മുഴുവനായി പരിശോധിക്കാൻ. ഹല്ലേലൂയ. നാം പറയുന്ന വാക്കുകൾ സാധാരണ ശബ്ദങ്ങളല്ല, അവൻ ശക്തിയുള്ള ആത്മീയ വിത്തുകളാണ്. ആമേൻ. ഒരു വാക്ക് ഒരു ഹൃദയം പണിയാണ്. ആമേൻ. അതേ വാക്ക് ഒരു ഹൃദയം തകർക്കാം. പ്രിയരെ, ഇന്നത്തെ കാലഘട്ടത്തിൽ പല കുടുംബങ്ങളിലും കാണുന്ന വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? സംഭാഷണ കുറവാണ്. ഹല്ലേലൂയ. കുറ്റപ്പെടുത്തലുകൾ കൂടുതലാണ്. ആമേൻ. നീ ഒരിക്കലും മാറില്ല, നിനക്കൊന്നും മനസ്സിലാകില്ല, നിന്നെ കൊണ്ടൊന്നും നടക്കില്ല. ഇവ വെറും വാക്കുകളല്ല, ഈ ആത്മീയ ആയുധങ്ങളാണ്. ആമേൻ. ഇത് ആത്മീയ അതേ ആയുധങ്ങളാണ്, നശിപ്പിക്കുന്നവ. ഒരു കുട്ടിയോട് ഇത്തരം വാക്കുകൾ ആവർത്തിച്ചു പറഞ്ഞാൽ അവൻ അത് വിശ്വസിക്കുവാൻ തുടങ്ങും. ഒരു ഭാര്യയോട് ഇത്തരം വാക്കുകൾ പറഞ്ഞാൽ അവളുടെ ഹൃദയം ആമേൻ സാവധാനമായി അടഞ്ഞു പോകും. ഒരു ഭർത്താവിനോട് ആമേൻ അവ മതിപ്പുള്ള വാക്കുകൾ പറഞ്ഞാൽ അവന്റെ ആത്മവിശ്വാസം തകരും. ഹല്ലേലൂയ. ഇത് പുറത്തുനിന്നുള്ള ആക്രമണമല്ല, ഇത് വീട്ടിലുള്ള യുദ്ധമാണ്. പ്രിയ ദൈവജനമേ, നമ്മുടെ നാവ് ഒരു തീ പോലെയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യാക്കോബ് അപ്പോസ്തലൻ ദൈവസഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ ഇങ്ങനെ പറഞ്ഞത്, 3-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം. ആമേൻ. നാവ് തീയാണ്. ഹല്ലേലൂയ. ഒരു ചെറിയ തീപ്പൊരി ഒരു വലിയ കാടിനെ ആമേൻ കത്തിച്ചു കളയാം. ഹല്ലേലൂയ. അതുപോലെ ഒരു തെറ്റായ വാക്ക് ആമേൻ ഒരു നല്ല കുടുംബത്തെ തകർക്കാം. ഹല്ലേലൂയ. പക്ഷേ ഇതിന്റെ മറുവശം ആമേൻ എന്താണെന്ന് അറിയാമോ? അതേ, നാവ് ജീവൻ നൽകുവാനും ആമേൻ ശക്തിയുള്ളതാണ്. നാവിൽ അതിനുള്ള അധികാരമുണ്ടെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. എഫെസ്യ ലേഖനം ആമേൻ 4-ാം അധ്യായം അതിന്റെ 29-ാം വാക്യം. ഹല്ലേലൂയ. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്ക് അല്ലാതെ ആകാത്ത ഒന്നും നിങ്ങളുടെ വായിൽ നിന്നും പുറപ്പെടരുത്. ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ഹല്ലേലൂയ. നോക്കണമേ, അന്ന് നല്ലതും നിർമ്മാണത്തിനും അനുയോജ്യമായ വാക്കുകൾ മാത്രം നിങ്ങളുടെ വായിൽ നിന്നും വരട്ടെ. ആമേൻ. അതെന്താണ് അർത്ഥമാക്കുന്നത് പ്രിയരെ? ആമേൻ. നാം പറയുന്ന വാക്കുകൾ മറ്റുള്ളവരെ ഉയർത്തേണ്ടതാണ്, അല്ലാതെ ആമേൻ തകർക്കേണ്ടതല്ല. പ്രിയരെ, ഒരു ചെറിയ മാറ്റം കൊണ്ട് പോലും കുടുംബത്തിന്റെ അന്തരീക്ഷം മാറാം. ആമേൻ. നീ എന്തിനാണ് ഇങ്ങനെ ആമേൻ എന്നതിന് പകരം ആമേൻ ഞാൻ നിന്നെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നു. ആമേൻ. നിന്നെ കൊണ്ടൊന്നും നടക്കില്ല എന്നതിന് പകരം നിനക്ക് കഴിയും, ഞാൻ നിനക്കൊപ്പമുണ്ടാകും. ആമേൻ. നീ തെറ്റാണ് എന്നതിന് പകരം നമ്മൾ ഇത് ചേർന്ന് ശരിയാക്കാം. ആമേൻ. ഇതാണ് ആത്മീയമായി സംസാരിക്കുന്നത്. പ്രിയ ദൈവജനമേ, ഇന്നത്തെ ഈ കൂട്ടായ്മയിൽ, ഇന്നത്തെ ഈ വചന ശുശ്രൂഷയിൽ ആമേൻ പരിശുദ്ധാത്മാവ് എന്നോടും നിങ്ങളോടും ചോദിക്കുന്നു, നിന്റെ വാക്കുകൾ നിന്റെ കുടുംബത്തെ പണിയുകയാണോ, അല്ലെങ്കിൽ നിന്റെ വാക്കുകൾ നിന്റെ കുടുംബത്തെ തകർക്കുകയാണോ? കാരണം നമ്മുടെ വാക്കുകൾ നമ്മുടെ വീടിന്റെ ഭാവി നിർണയിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പ്രവചനാത്മാവിൽ ചിലരോട് ഇടപെടുകയാണ്. ഞാൻ പറയട്ടെ, ഇന്ന് മുതൽ നമ്മുടെ വായിൽ നിന്നും പുറപ്പെടുന്ന വാക്കുകൾ മാറ്റം വരുത്തിയാൽ ഹല്ലേലൂയ തകർന്ന ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടും. മുറിവേറ്റ ഹൃദയങ്ങൾ സൗഖ്യമാകും. കുടുംബത്തിൽ സമാധാനം തിരികെ വരും. കാരണം ജീവന്റെ വാക്കുകളുള്ള
വാക്കുള്ളടുത്ത ദൈവത്തിന്റെ സാന്നിധ്യം വസിക്കും. അതുകൊണ്ട് നാം ഇന്ന് ഒരു തീരുമാനമെടുക്കാം. ഹല്ലേലൂയ, ഞാൻ സംസാരിക്കും. ഹല്ലേലൂയ, ആമേൻ. പക്ഷെ നിർമ്മിക്കാൻ ഞാൻ സംസാരിക്കും. ആമേൻ. ആശ്വസിപ്പിക്കുവാൻ ഞാൻ സംസാരിക്കും. അനുഗ്രഹിക്കുവാൻ. ഹല്ലേലൂയ, ആമേൻ. അപ്പോൾ നമ്മുടെ വീട്ടിൽ വാക്കുകൾ മാത്രം മാറുകയല്ല, ആമേൻ, അതെ, ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയാകും. ഹല്ലേലൂയ, ആമേൻ. ഇന്ന് രാത്രി ആമേൻ ക്ഷമിക്കാത്ത മനസ്സ് കുടുംബത്തിന്റെ ആമേൻ അതെ അകത്ത് ഹല്ലേലൂയ ശത്രുവിന് പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ നൽകുവാനിടയാകും. പ്രിയ ദൈവജനമേ, നമ്മുടെ കുടുംബ ജീവിതത്തെ നിശബ്ദമായി ആമേൻ നശിപ്പിക്കുന്ന ഒരു ശക്തി ഉണ്ടെങ്കിൽ അത് പലപ്പോഴും പുറത്തുള്ള ശത്രുവല്ല, നമ്മുടെ ഉള്ളിലെ ആമേൻ നമ്മളിലുള്ള ആമേൻ ഉള്ളിലുള്ള ആ ക്ഷമിക്കാത്ത മനസ്സാണ്. വിശുദ്ധ വേദപുസ്തകം ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഇപ്രകാരം നമ്മോട് ഓർപ്പിക്കുന്നു. എഫെസ്യ ലേഖനം 4-ാം അധ്യായം 32-ാം വാക്യം വേഗത്തിൽ വായിച്ചു. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുമുള്ളവരുമായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ. ഹല്ലേലൂയ. പരസ്പരം ദയയുള്ളവരും കരുണയുള്ളവരുമായിരിക്കുവിൻ. ദൈവം നിങ്ങളോട് ക്ഷമിച്ചതുപോലെ ആമേൻ നിങ്ങൾ തമ്മിലും ക്ഷമിക്കുവിൻ. ഈ വചനം ആമേൻ ഒരു ഉപദേശം മാത്രമല്ല, ഒരു ആത്മീയ നിർദ്ദേശമാണ്. പ്രിയരെ, ക്ഷമിക്കാത്ത ഹൃദയത്തിന്റെ അപകടം, ആമേൻ, ക്ഷമിക്കാത്ത ഹൃദയം ഒരു വിഷം പോലെയാണ്. ആമേൻ, അത് ഒരേ സമയം കൊല്ലുന്നില്ല, പക്ഷേ മന്ദമായി ബന്ധങ്ങളെ ദുർബലമാക്കും, സ്നേഹം കുറയ്ക്കും, സമാധാനം എടുത്തു കളയും. പ്രിയരെ, പുറത്തു നിന്ന് നോക്കുമ്പോൾ എല്ലാം സുഖം പോലെ തോന്നാം, പക്ഷേ അകത്ത് ബന്ധം ഇതിനകം തന്നെ തകർന്നിരിക്കാം. ഹല്ലേലൂയ. ആത്മീയമായി ആമേൻ സത്യം ക്ഷമിക്കാതെ നിൽക്കുന്ന ഓരോ ദിവസവും ആമേൻ നാം നമ്മുടെ കുടുംബത്തിനായി ഒരു കുഴി കൂടി കുഴിക്കുകയാണ്. അവൻ എന്നോട് അങ്ങനെ പറഞ്ഞു, അവൾ എന്നെ വേദനിപ്പിച്ചു. ഈ ഓർമ്മകൾ ഹൃദയത്തിൽ സൂക്ഷിക്കുമ്പോൾ ആ മുറിവ് അല്ല, ഒരു ബന്ധത്തെ തകർക്കുന്ന വിത്താണ്. ഹല്ലേലൂയ. ക്രൂശിന്റെ ആമേൻ ആ മാതൃക നാം പിന്തുടരേണ്ടിയിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഒരു നിമിഷം ക്രൂശിനെ ആമേൻ സ്മരിക്കണം, ക്രൂശിനെ ശ്രദ്ധിക്കണം, ആ ക്രൂശിനെ നോക്കണം. ഹല്ലേലൂയ. യേശു എന്ത് ചെയ്തു? ആമേൻ അവനെ പീഡിപ്പിച്ചവർക്കായി പിതാവേ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിപ്പാനിടയായി. ഹല്ലേലൂയ. അത് മനുഷ്യ സ്വഭാവമല്ല, അത് ദൈവ സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ബൈബിൾ ആമേൻ നമ്മോട് പറയുന്നത്, ദൈവം നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിക്കുവിൻ. ഹല്ലേലൂയ. അതൊരു ഓപ്ഷൻ അല്ല, അതൊരു വിളിയാണ്. ഹല്ലേലൂയ. ഇന്ന് ആമേൻ ഈ സന്ദേശത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് ചോദിക്കുന്നു, ആമേൻ നീ ആരെയെങ്കിലും ആമേൻ അതേ വേദനിപ്പിച്ചിട്ടുണ്ടോ? നീ ആരെയെങ്കിലും മുറിവേൽപ്പിച്ചിട്ടുണ്ടോ? നിന്റെ ഹൃദയത്തിൽ ഇപ്പോഴും ക്ഷമിക്കാത്ത ആമേൻ അവസ്ഥയുണ്ടോ? ഹല്ലേലൂയ. ആരോടെങ്കിലും ആമേൻ ക്ഷമിക്കാത്ത അനുഭവമുണ്ടോ? ഹല്ലേലൂയ. പ്രിയരെ, നീ ക്ഷമിക്കുമ്പോൾ ഹല്ലേലൂയ അതേ മറ്റൊരാൾക്ക് സ്വാതന്ത്ര്യം ആമേൻ അതേ ലഭിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. അതേ നിനക്കാണ് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. ആത്മീയ മാറ്റത്തിന്റെ നിമിഷം ഇന്ന് ആമേൻ നാം ഒരു തീരുമാനം ആമേൻ എടുക്കുന്നുവെങ്കിൽ ആമേൻ പഴയ വേദനകളെ വിട്ടുകളയാം, ഹൃദയം ശുദ്ധമാക്കാം, ആമേൻ ക്ഷമയുടെ വഴി തിരഞ്ഞെടുക്കാം. കാരണം ക്ഷമിക്കുന്ന കുടുംബത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം വസിക്കും. ഹല്ലേലൂയ. ക്ഷമയുള്ളടുത്ത് സമാധാനം വരും. ആമേൻ സ്നേഹം പുനഃസ്ഥാപിക്കും, ബന്ധങ്ങൾ വീണ്ടും ജീവിക്കും. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, ക്ഷമ ഒരു ദുർബലതയല്ല, ഒരു ആത്മീയ ശക്തിയാണ്. ഇന്ന് നീ ക്ഷമിക്കാൻ തീരുമാനിച്ചാൽ നിന്റെ കുടുംബത്തിന്റെ ഭാവി മാറും. ഇന്ന് പരിശുദ്ധാത്മാവ് ചില ജീവിതങ്ങളെ വിളിക്കുന്നു, വിടുക, ക്ഷമിക്കുക, സ്വതന്ത്രനാകുക. അപ്പോൾ നിന്റെ കുടുംബം വീണ്ടും ദൈവത്തിന്റെ കയ്യിൽ പുനർനിർമ്മിക്കപ്പെടുവാനിടയാകും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ദൈവ സാന്നിധ്യമില്ലാത്ത കുടുംബം ഹല്ലേലൂയ വളരെ
ആമേൻ പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധിയിലൂടെയും കടന്നു പോകുമ്പോൾ തകർന്നു പോകുവാനിടയാകും. പ്രിയ ദൈവജനമേ, ഒരു കുടുംബത്തിന്റെ ഏറ്റവും വലിയ ശക്തി അവരുടെ സമ്പത്തല്ല, അവരുടെ വിദ്യാഭ്യാസമല്ല, അവരുടെ മധ്യയുള്ള ദൈവ സാന്നിധ്യമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ നമ്മോട് പറയുന്നത്, യോശുവയുടെ പുസ്തകം 24:15, ഞാനും എന്റെ കുടുംബവും യഹോവയെ സേവിക്കും. ഈ വചനം വെറും ഒരു മനോഹരമായ പ്രസ്താവനയല്ല, ഇതൊരു ആത്മീയ തീരുമാനമാണ്. യോശുവ പറഞ്ഞത് എന്താണ് പ്രിയരെ? മറ്റുള്ളവർ എന്ത് ചെയ്താലും എന്റെ കുടുംബം ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. അതെ, ഞങ്ങൾ ദൈവത്തെ സേവിക്കും. പ്രിയരെ, ഇന്നത്തെ കാലഘട്ടത്തിൽ കുടുംബങ്ങൾ തകരുന്നതിന്റെ ഏറ്റവും വലിയ കാരണങ്ങളിൽ ഒന്ന് ദൈവത്തിന് സ്ഥലം ഇല്ല എന്നതാണ്. വീടുകൾ ആമേൻ വലിയവയായി മാറി, പക്ഷേ പ്രാർത്ഥനയുടെ ശബ്ദം ചെറുതായി. ആമേൻ സാങ്കേതിക വിദ്യ വളർന്നു, പക്ഷേ വചനവായന കുറഞ്ഞു. ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന കുടുംബങ്ങൾ പോലും ആമേൻ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നില്ല. ഇതൊരു ചെറിയ മാറ്റം പോലെ തോന്നാം, പക്ഷേ ഇതൊരു ആത്മീയ വലിയ ആമേൻ നഷ്ടമാണ്. കാരണം ദൈവം ഇല്ലാത്തടുത്ത് സമാധാനം ദീർഘകാലം നിലനിൽക്കുകയില്ല. ഒരു കുടുംബത്തിൽ പ്രാർത്ഥനയില്ലെങ്കിൽ, വചനമില്ലെങ്കിൽ, ആത്മീയ നേതൃത്വമില്ലെങ്കിൽ ആ കുടുംബം പുറത്തുനിന്ന് ശക്തമായി തോന്നാം, പക്ഷേ ഉള്ളിൽ അതേ ശൂന്യതയുണ്ട്. പ്രിയരെ, ആമേൻ സഹോദരങ്ങളെ, കൂടപ്പിറപ്പേ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഒരു ചോദ്യം നമുക്ക് നമ്മോട് ചോദിക്കാം. എന്റെ വീട്ടിൽ ദൈവത്തിന് സ്ഥലമുണ്ടോ? ഹല്ലേലൂയ. നമ്മുടെ വീട്ടിൽ ടിവിക്ക് സമയമുണ്ടോ? ഉണ്ട്. ഫോണിന് സമയമുണ്ടോ? ഉണ്ട്. ജോലിക്ക് സമയമുണ്ടോ? ഉണ്ട്. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന് സമയമുണ്ടോ? ഇതാണ് ഇന്നത്തെ ആത്മീയ വെല്ലുവിളി. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? ആമേൻ. ഒരു കുടുംബം ദൈവത്തെ കേന്ദ്രമാക്കിയാൽ ആ കുടുംബത്തിൽ സമാധാനമുണ്ടാകും. ആമേൻ. പ്രാർത്ഥനയുണ്ടായ ബന്ധനങ്ങൾ ആമേൻ അതേ ശക്തമാകും. വചനമുണ്ടായാൽ ഇരുട്ട് മാറും. പ്രിയ ദൈവജനമേ, ദൈവ സാന്നിധ്യം ഒരു കുടുംബ സ്വയം വരുന്നതല്ല, അത് ക്ഷണിക്കണം. പ്രാർത്ഥനയിലൂടെ ക്ഷണിക്കണം, അതേ വചനത്തിലൂടെ ക്ഷണിക്കണം, ആരാധനയിലൂടെ ക്ഷണിക്കണം. ഇത് പരിശുദ്ധാത്മാവ് നമ്മോട് അരുളി ചെയ്യുന്നു. ആമേൻ. നിങ്ങളുടെ വീടിനെ വീണ്ടും ഒരു ആമേൻ ബലിപീഠമാക്കുക, ഒരു ആരാധനയുടെ ആമേൻ ഭവനമാക്കി മാറ്റുക, ഒരു യാഗത്തിന്റെ ഭവനമാക്കി മാറ്റുക. നിങ്ങളുടെ കുടുംബത്തിൽ വീണ്ടും പ്രാർത്ഥന ഉയരട്ടെ, വചനത്തിന് വീണ്ടും ആദരം കൊടുക്കുക. കാരണം ദൈവം വസിക്കുന്ന വീട്ടിൽ ശത്രുവിന് അധികാരമില്ല. ദൈവം വസിക്കുന്ന വീട്ടിൽ ബന്ധങ്ങൾ ഹല്ലേലൂയ തകരുകയില്ല. ദൈവം വസിക്കുന്ന വീട്ടിൽ സമാധാനം നിലനിൽക്കും. അതുകൊണ്ട് ഇന്ന് നമുക്കൊരു തീരുമാനമെടുക്കാം. കർത്താവേ, എന്റെ വീട്ടിൽ ആമേൻ നിനക്കാണ് പ്രഥമ സ്ഥാനം. അപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ കുടുംബത്തെ നയിപ്പാനിടയാകും, മാറ്റുവാനിടയാകും. നമ്മുടെ ബന്ധങ്ങളെ സുഖപ്പെടുത്തും, നമ്മുടെ വീടിനെ അനുഗ്രഹിക്കും, നമ്മുടെ തലമുറകളെ ദൈവം മാനിക്കും. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി എത്ര പേർ എന്നോട് ചേർന്ന് ആമേൻ പറഞ്ഞ് കർത്താവിന് മഹത്വം കൊടുക്കുവാൻ തയ്യാറാകും? ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആമേൻ. ഇന്ന് നമ്മൾ ചുറ്റും കാണുന്ന ലോകം വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു. നാം വാർത്തകൾ കേൾക്കുമ്പോൾ, ആമേൻ, നാം ന്യൂസ് പേപ്പറുകൾ കാണുമ്പോൾ, ഹല്ലേലൂയ, സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുമ്പോൾ, നമ്മുടെ സ്വന്തം കുടുംബങ്ങളെ നോക്കുമ്പോൾ പോലും ഒരു പൊതുവായ യാഥാർത്ഥ്യം കാണാം. അതേ വിവാഹ മോചനങ്ങൾ വർദ്ധിക്കുന്നു. മാതാപിതാക്കളും കുട്ടികളും തമ്മിൽ അകലം ആമേൻ കൂടുന്നു. മാനസിക സമ്മർദ്ദം വർദ്ധിക്കുന്നു. ഭയപ്പെടുത്തുന്ന ഭീതി ആമേൻ ഭീതിയിൽ ഉയരുന്ന ഹല്ലേലൂയ അനേക വിഷയങ്ങൾ. പ്രിയരെ, ഇവയെ വെറും സാമൂഹിക പ്രശ്നങ്ങൾ എന്ന് മാത്രം കാണുന്നത് ഒരു വലിയ തെറ്റാണ്. ഹല്ലേലൂയ. ആമേൻ. ഇവ ആത്മീയ രോഗത്തിന്റെ അതേ പുറം ലക്ഷണങ്ങളാണ്. ഹല്ലേലൂയ. ഒരു ശരീരത്തിൽ രോഗം വന്നാൽ ആദ്യമായി ചെറിയ ലക്ഷണങ്ങൾ കാണും. ആമേൻ. ജ്വരം വന്നാൽ ക്ഷീണം, വേദന. അതുപോലെ തന്നെ ഒരു കുടുംബത്തിൽ ആത്മീയമായി ദൗർബല്യം വന്നാൽ ചില ലക്ഷണങ്ങൾ കാണാം. സ്നേഹം കുറയും, സഹിഷ്ണുതയില്ലാതാകും, ആശയവിനിമയം തകരും, അഹങ്കാരം ഉയരും. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിളിൽ ഹോശേയ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, എന്റെ ജനങ്ങൾ അറിവില്ലായ്മ കൊണ്ട് നശിച്ചു പോകുന്നു. ഈ വചനം വളരെ ശക്തമായ ഒരു മുന്നറിയിപ്പാണ്. വായിച്ചാട്ടെ. ഹല്ലേലൂയ. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 6-ാം വാക്യം.
പരിജ്ഞാനമില്ലാകയാൽ പരിജ്ഞാനമില്ലായകയാൽ എന്റെ ജനം നശിച്ചു പോകുന്നു. എന്റെ ജനം നശിച്ചു പോകുന്നു. ഹല്ലേലൂയ. പരിജ്ഞാനം ത്യജിക്കൊണ്ട് നീ എനിക്ക് പുരോഹിതനായിരിക്കാത്തവണ്ണം ഞാൻ നിന്നെയും ത്യജിക്കും. ശ്രദ്ധിക്കണമേ, ഈ വചനം വളരെ ശക്തമായ ഒരു മുന്നറിയിപ്പാണ്. ദൈവത്തെ കുറിച്ചുള്ള അറിവ് കുറയുമ്പോൾ വചനത്തിൽ നിന്നുള്ള ദൂരം കൂടും. ഹല്ലേലൂയ. നാശം ആരംഭിക്കുന്നു. ആദ്യം ആത്മീയമായി, പിന്നെ മാനസികമായി, അവസാനം കുടുംബത്തിൽ. ആമേൻ. വ്യക്തമായി പ്രിയ സഹോദരങ്ങളെ, ഇന്ന് പല കുടുംബങ്ങളിലും പ്രശ്നം ആമേൻ പണം കുറവല്ല, വിദ്യാഭ്യാസം കുറവല്ല, ദൈവ സാന്നിധ്യം കുറവാണ്. ആമേൻ. മനുഷ്യരെല്ലാം നേടാൻ ശ്രമിക്കുന്നു, പക്ഷേ ദൈവത്തെ നഷ്ടപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം ആമേൻ 16-ാം അധ്യായം അതിന്റെ 26-ാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നതാ: മനുഷ്യൻ ലോകം മുഴുവൻ നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? ഹല്ലേലൂയ. ആമേൻ. ഈ വചനം ഇന്നത്തെ തലമുറയ്ക്ക് ആമേൻ നേരിട്ട് പറയുന്ന ആമേൻ ഒരു സത്യമാണ്. ഹല്ലേലൂയ. നാം വീടുകൾ പണിയുന്നു, പക്ഷേ കുടുംബങ്ങൾ പണിയുന്നില്ല. ആമേൻ. നാം കരിയർ ഉയർത്തുന്നു, പക്ഷേ ആത്മീയ ജീവിതം താഴ്ത്തുന്നു. അതുകൊണ്ട് പുറത്തെല്ലാം ശരിയായതായി തോന്നാം, പക്ഷേ ഉള്ളിൽ ശൂന്യത വളരുന്നു. വലിയ ആമേൻ ആമേൻ അതേ നേട്ടങ്ങൾ കൈവരിച്ചുവെന്ന് പലരും അവകാശപ്പെടുമ്പോഴും കുടുംബങ്ങൾ തകർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, ഇന്നത്തെ ഈ അവസ്ഥയിൽ ആമേൻ പരിശുദ്ധാത്മാവ് നമ്മോട് അരുളി ചെയ്യുന്നു. ആമേൻ. ലക്ഷണങ്ങളെ മാത്രം നോക്കരുത്, മൂല കാരണം തിരിച്ചറിയുക. കാരണം പ്രശ്നം പുറത്തല്ല, അത് ആത്മാവിന്റെ ആഴത്തിലാണ്. ഒരു കുടുംബം വീണ്ടും ഉയരണമെങ്കിൽ, ഒരു തലമുറ രക്ഷിക്കപ്പെടണമെങ്കിൽ ദൈവത്തിലേക്ക് മടങ്ങി വരേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ആമേൻ ദിനവൃത്താന്ത പുസ്തകം 2 ദിനവൃത്താന്തം 7-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്: എന്റെ നാമത്തിൽ വിളിക്കപ്പെടുന്ന എന്റെ ജനം ആമേൻ താഴ്മയായി പ്രാർത്ഥിച്ച, എന്റെ മുഖം അന്വേഷിച്ച, തങ്ങളുടെ ദുഷ്ടമാർഗങ്ങളിൽ നിന്ന് തിരിഞ്ഞ, ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട, അവരുടെ പാപം ക്ഷമിച്ച, അവരുടെ ദേശം സൗഖ്യമാക്കും. ഹല്ലേലൂയ. വായിച്ചാട്ട 2 ദിനവൃത്താന്ത പുസ്തകം 7-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം വേഗത്തിൽ വായിച്ചാട്ട. ഹല്ലേലൂയ. എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി, എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച്, എന്റെ മുഖം അന്വേഷിച്ച, തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ, തങ്ങളുടെ ദുഷ്മാർഗങ്ങളെ വിട്ടുതിരിയുന്നുവെങ്കിൽ, ഞാൻ സ്വർഗത്തിൽ നിന്നും കേട്ട്, അവരുടെ പാപം ക്ഷമിച്ച്, അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. ആമേൻ. ഇതാണ് ദൈവത്തിന്റെ വാഗ്ദാനം. ഹല്ലേലൂയ. കുടുംബ സൗഖ്യം, ബന്ധങ്ങളുടെ പുതുക്കൽ, മനസ്സിന്റെ സമാധാനം. ആമേൻ. ഇവയെല്ലാം ദൈവത്തിങ്കലേക്ക് മടങ്ങി വരുമ്പോൾ വീണ്ടും അനുഭവിക്കാം. പ്രിയരെ, ഇന്നത്തെ ഈ കാലഘട്ടം നമ്മെ ഭയപ്പെടുത്തുവാൻ വന്നതല്ല, ആമേൻ, നമ്മെ ഉണർത്താൻ വന്നതാണ്. അതുകൊണ്ട് ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു: നിന്റെ കുടുംബത്തെ വീണ്ടും ദൈവത്തിങ്കലേക്ക് കൊണ്ടുവരിക, വചനത്തിൽ തിരിച്ചറിയുക, ആത്മീയ അടിത്തറ വീണ്ടും പണിയുക. അപ്പോൾ ഇന്ന് തകരുന്ന കുടുംബം നാളെ സാക്ഷ്യമായി മാറും. ഹല്ലേലൂയ. ഇന്ന് കരയുന്ന വീട് നാളെ സന്തോഷത്തിന്റെ ഭവനമാകും. കാരണം ദൈവം ഇന്നും ആമേൻ തകർന്നവയെ പുനർനിർമ്മിക്കുന്ന ദൈവമാണ്. എന്നോട് ചേർന്ന് എത്ര പേർ ആമേൻ പറയും? ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അതെ, ഇന്ന് രാത്രി ആമേൻ, ഇന്ന് നമ്മൾ ഇത്രയും കാര്യങ്ങൾ കേട്ടതിന് ശേഷം പരിശുദ്ധാത്മാവ് ഇപ്പോൾ നമ്മോട് ആമേൻ ഒരു നേരിട്ടുള്ള ആമേൻ വിളി നൽകുകയാണ്. ഇതൊരു സാധാരണ സന്ദേശമല്ല. ആമേൻ. ഇത് ഒരു മുന്നറിയിപ്പും അതോടൊപ്പം ഒരു അവസരവുമാണ്. ഹല്ലേലൂയ. ആമേൻ. കാരണം ദൈവം നമ്മോട് ചോദിക്കുന്നു, നിന്റെ കുടുംബത്തിൽ എന്താണ് നടക്കുന്നത്? ഹല്ലേലൂയ. ആമേൻ. കേൾവിക്കാരായിരിക്കാതെ ഇന്ന് രാത്രി ഈ സന്ദേശം ആമേൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചില കുടുംബങ്ങളോട് ചോദിക്കുന്നു, ചില ജീവിതങ്ങളോട് ചോദിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിൽ എന്താണ് നടക്കുന്നത്? നീ പണിയുന്നവനോ അല്ലെങ്കിൽ തകർക്കുന്നവനോ? പ്രിയരെ, പലപ്പോഴും നാം പ്രാർത്ഥിക്കും, കർത്താവേ എന്റെ കുടുംബത്തെ രക്ഷിക്കണമേ. പക്ഷെ ദൈവം ഇന്ന് പറയുന്നതാ, ആദ്യം നീ മാറണം. ഹല്ലേലൂയ. കാരണം നമ്മുടെ വാക്കുകൾ മാറിയാൽ ഹല്ലേലൂയ നമ്മുടെ ജീവിതം മാറും.
നമ്മുടെ മനസ്സ് മാറിയാൽ ബന്ധങ്ങൾ മാറും. നമ്മുടെ സമീപനം മാറിയാൽ കുടുംബത്തിന്റെ ഭാവി തന്നെ മാറും. ഇന്ന് പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി നമ്മോട് ഇടപെടുകയാണ്. നിന്റെ കുടുംബം തകരാൻ കാരണം ആമേൻ, ഹല്ലേലൂയ, നീ ആകരുത്. ഹല്ലേലൂയ. ചിലപ്പോൾ നീ ചിന്തിക്കാതെ ചെറിയ കാര്യങ്ങളിൽ പോലും കുടുംബത്തിൽ വലിയ പിളർപ്പുകൾ സൃഷ്ടിക്കും. ഹല്ലേലൂയ. നിന്റെ വാക്കുകൾ ശ്രദ്ധിക്കൂ. നാവിൽ ജീവനും മരണവും ഉണ്ട്. ഒരു വാക്ക് ആശ്വാസമാകും, അതേ വാക്ക് മുറിവാകും. ആമേൻ. ക്ഷമിക്കാൻ പഠിക്കൂ. ക്ഷമിക്കുന്ന ഹൃദയം ദൈവത്തിന്റെ ഹൃദയത്തോട് ഏറ്റവും അടുത്തതാണ്. ക്ഷമിക്കാത്തവൻ ബന്ധം പിടിച്ചു നിർത്താൻ കഴിയുകയില്ല. ദൈവത്തെ കുടുംബ ജീവിതത്തിലേക്ക് ക്ഷണിക്കൂ. പ്രാർത്ഥനയില്ലാത്ത വീട് ദിശയില്ലാത്ത കപ്പൽ പോലെയാണ്. ദൈവ സാന്നിധ്യമില്ലെങ്കിൽ സമാധാനം സ്ഥിരമായി നിൽക്കുകയില്ല. പ്രിയ ദൈവജനമേ, ഇന്ന് ദൈവം നമ്മെ കുറ്റപ്പെടുത്തുവാനല്ല വിളിക്കുന്നത്, തിരികെ കൊണ്ടുവരുവാനാണ്. തകർന്ന ബന്ധങ്ങൾ പണിയുവാൻ, ഹല്ലേലൂയ, തണുത്ത ഹൃദയങ്ങൾ ചൂടുപിടിപ്പിക്കുവാൻ, ആമേൻ, ദൂരമായ ഇരിക്കുന്നവരെ ആമേൻ സമീപത്തേക്ക് അടുത്തേക്ക് കൊണ്ടുവരുവാൻ, ഹല്ലേലൂയ, ഇന്നും ദൈവത്തിന്റെ കൃപ മതിയാകുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർ കേൾക്കപ്പെട്ട തിരുവചനത്തിന് മുമ്പാകെ തങ്ങളെ തന്നെ സമർപ്പിക്കും? എത്ര പേര് തീരുമാനമെടുക്കും? ഹല്ലേലൂയ. ഇത് ആമേൻ കേട്ട് മറക്കുവാനുള്ള സമയമല്ല പ്രിയരെ, ഇത് തീരുമാനമെടുക്കുവാനുള്ള സമയമാണ്. നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ഇപ്പോൾ തന്നെ പറയാം, കർത്താവേ, ഞാൻ എന്റെ കുടുംബത്തെ നശിപ്പിക്കുന്നവനാകില്ല, ഞാൻ സമാധാനം സൃഷ്ടിക്കുന്നവനാകും. ആമേൻ. എന്റെ വാക്കുകൾ അനുഗ്രഹമായിരിക്കും. ആമേൻ. മുറിവാകില്ല. ഞാൻ ക്ഷമിക്കാൻ തിരഞ്ഞെടുക്കുന്നു. എന്റെ വീട്ടിൽ ആമേൻ നിന്നെ കേന്ദ്രമാക്കുന്നു. ഹല്ലേലൂയ. പ്രിയരെ, ഒരു മനുഷ്യന്റെ തീരുമാനം ഒരു കുടുംബത്തിന്റെ ഭാവിയെ മാറ്റും. ഒരു കുടുംബത്തിന്റെ മാറ്റം ഒരു തലമുറയെ മാറ്റും. ആമേൻ. ഇന്ന് നാം എടുക്കുന്ന ഈ തീരുമാനം നാളെയുടെ അനുഗ്രഹമായി തീരും. ഹല്ലേലൂയ. അവസാനമായി പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമ്മോട് പറയുന്നു, നീ മാറുമ്പോ നിന്റെ കുടുംബം മാറും. നീ ദൈവത്തെ ആദരിക്കുമ്പോ ആമേൻ, ദൈവം നിന്റെ കുടുംബത്തെ ആദരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടച്ചാൽ ദൈവാത്മാവ് നിയോഗം തരുന്നതിനനുസരിച്ച് വ്യക്തികൾക്കായി, കുടുംബങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, പ്രാർത്ഥനയിലേക്ക് കടക്കുമ്പോൾ ഇത് വെറും വാക്കുകളുടെ പ്രാർത്ഥനയായിരിക്കാതെ ദൈവാത്മാവിന്റെ നിയോഗത്തോടെയുള്ള പ്രാർത്ഥന. ഹല്ലേലൂയ. വിശുദ്ധ ബൈബിൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, സങ്കീർത്തനം 34:18, ഹൃദയം മുറുകിയവർക്ക്, ഹൃദയം തകർന്നവർക്ക് യഹോവ സമീപസ്ഥനാണ്. ഹല്ലേലൂയ. അങ്ങനെ ആയിരിക്കുന്നവരോട് അടുത്തു വരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഇതൊരു വലിയ ആത്മീയ സത്യമാണ്. ദൈവം അകലെയുള്ളവനല്ല, തകർന്ന ഹൃദയത്തോട് അടുത്തിരിക്കുന്നവനാണ്. ഹല്ലേലൂയ. സ്നേഹവാൻ പരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഇന്നത്തെ ഈ വിശുദ്ധ നിമിഷത്തിൽ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ താഴ്മയോടെ വരുന്നു. കർത്താവേ, അവിടുത്തെ വചനത്തിലൂടെ ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് സ്പർശിച്ചതിനായി അമേ, ഞങ്ങളുടെ തെറ്റുകളെ അമേ ഞങ്ങൾക്ക് തിരുത്തി ബോധ്യപ്പെടുത്തിയതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അവിടുത്തെ വചനത്തിൽ ഞങ്ങൾ വായിക്കുന്നല്ലോ, എബ്രായ ലേഖനം 4:12 ദൈവത്തിന്റെ വചനം ജീവനുള്ളതും ശക്തിയുള്ളതുമാകുന്നുവെന്ന്. അത് കർത്താവേ, ആ വചനം ഇപ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കട്ടെ. കുടുംബങ്ങൾക്ക് വേണ്ടി ആമേൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ ഓർക്കണമേ. തകർന്ന ബന്ധങ്ങൾ സുഖപ്പെടുത്തണമേ. അന്ന് ഹൃദയങ്ങളെ ഉണ്ടാക്കണമേ. മൗനത്തിൽ വേദനിക്കുന്നവരെ തൊടണമേ. സ്വർഗീയ പിതാവേ, പുറത്ത് ചിരിയുണ്ടെങ്കിലും അകത്ത് കരയുന്ന കുടുംബങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് ആ ഭവനത്തിൽ, ആ ജീവിതങ്ങളിൽ കടന്നു ചെന്ന് അവരുടെ കുടുംബത്തെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. പിതാക്കന്മാർ
പിതാക്കന്മാരുടെ ഹൃദയം മക്കളുടെ അടുക്കിലേക്കും മക്കളുടെ ഹൃദയം പിതാക്കന്മാരുടെ അടുക്കിലേക്കും തിരിക്കും. ആമേൻ. മലാക്കി പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിൽ ആമേൻ ഞങ്ങൾ വായിക്കുന്നത് പോലെ ഈ വചനം ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിറവേറട്ടെ കർത്താവേ. ക്ഷമയും മാറ്റവും ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. കർത്താവേ, ഞാനാണ് തെറ്റുകാരൻ, ഞാനാണ് തെറ്റുകാരി എന്ന് ആമേൻ സമ്മതിച്ചുകൊണ്ട്, ഹല്ലേലൂയ, ഞങ്ങളുടെ വാക്കുകൾ ആമേൻ മറ്റുള്ളവരെ മുറിവേൽപ്പിച്ചു എന്ന് സമ്മതിച്ചുകൊണ്ട്, ആമേൻ ക്ഷമിക്കാതായിരിക്കുന്ന ഹൃദയത്തിന് ഉടമകളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ തിരുവചനത്തിൽ വായിക്കുമ്പോൾ 1 യോഹന്നാൻ 1:9 ആമേൻ ഞങ്ങൾ വായിക്കുന്നത് പോലെ ഞങ്ങൾ ആമേൻ അതേ നമ്മുടെ പാപങ്ങൾ സമ്മതിക്കുന്നുവെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകിയാൽ ക്ഷമിക്കും. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കണമേ, കോപം നീക്കണമേ, അഹങ്കാരം നീക്കണമേ, ക്ഷമയുടെ ആത്മാവിനെ നൽകണമേ. ഹല്ലേലൂയ. ഇന്ന് രാത്രി അവിടുത്തെ സാന്നിധ്യത്താൽ ഓരോ കുടുംബങ്ങളെയും നിറയ്ക്കണമേ, ഓരോ ജീവിതങ്ങളെയും നിറയ്ക്കണമേ, ഓരോ വീടുകളെയും നിറയ്ക്കണമേ കർത്താവേ. ഹല്ലേലൂയ. യോശുവയുടെ പുസ്തകത്തിൽ ആമേൻ ഞങ്ങൾ വായിച്ചതുപോലെ ഞാനും എൻ്റെ കുടുംബവും യഹോവയെ സേവിക്കും. ഹല്ലേലൂയ. ഈ വചനം ഓരോ വീട്ടിലും അതിൻ്റെതാകുന്ന ശക്തിയോടെ വെളിപ്പെടട്ടെ കർത്താവേ. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ അഗ്നിയെ തെളിയിക്കണമേ, വചനത്തിന്റെ വെളിച്ചം തെളിയിക്കണമേ, സമാധാനം നിറയ്ക്കണമേ കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ കുടുംബം തകരുകയില്ല, ഞങ്ങളുടെ ബന്ധങ്ങൾ സുഖപ്പെടും. ആമേൻ. ഞങ്ങളുടെ വീട് ദൈവത്തിനായി ജീവിക്കും. ഹല്ലേലൂയ. ആമേൻ. ഇതാ പുതിയൊരു തുടക്കം. ഹല്ലേലൂയ. പുതിയ ബന്ധങ്ങൾ. ഹല്ലേലൂയ. പുതിയ സമാധാനം. ഹല്ലേലൂയ. ഇന്ന് രാത്രി എല്ലാ കുടുംബങ്ങളെയും എല്ലാ വ്യക്തികളെയും എല്ലാ ജീവിതങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇന്ന് രാത്രി കുടുംബങ്ങൾ വിടുവിക്കപ്പെടട്ടെ, ജീവിതങ്ങൾ വിടുവിക്കപ്പെടട്ടെ, തലമുറകൾ വിടുവിക്കപ്പെടട്ടെ. ഓരോ ജീവിതവും അവിടുത്തെ നിയന്ത്രണത്തിലാകട്ടെ കർത്താവേ. ഓരോരുത്തരുടെ വീടുകൾ ഹല്ലേലൂയ അവിടുത്തെ മഹത്വത്തിന്റെ സ്ഥലമാകട്ടെ. ഹല്ലേലൂയ. അവിടുത്തെ സാന്നിധ്യത്തിന്റെ ആലയമാകട്ടെ. ഇന്ന് രാത്രി ഭാരപ്പെടുന്ന എല്ലാ വിഷയങ്ങൾക്കകത്ത് നീതിയോട് ഉത്തരമല്ലെന്ന് സ്വർഗ്ഗത്തിന് ദൈവത്തിന്റെ കരം വെളിപ്പെടട്ടെ കർത്താവേ. രോഗികളായിരിക്കുന്നവർ സൗഖ്യമാകട്ടെ. ഏതൊക്കെ വിഷയത്തിനകത്ത് ഭാരപ്പെടുന്നു ആ വിഷയങ്ങൾക്കകത്തെല്ലാം ദൈവിക വിടുതൽ വ്യാപരിക്കട്ടെ. ആമേൻ. അവിടുത്തെ വരവിന് വേണ്ടി പ്രത്യാശയോടെ ജീവിപ്പാൻ എല്ലാവർക്കും കൃപ നൽകിയ നിരാത്രി കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച എല്ലാവരും അവിടുത്തെ നാമം ചൊല്ലി അനുഗ്രഹിക്കും. സകല മഹത്വവും മാനവും പുകഴ്ചയും അവിടുത്തേക്ക് അർപ്പിക്കുന്നു. അടിയങ്ങൾക്കായി കാൽവറിയിൽ ജീവനർപ്പിച്ച പുണ്യേശു കർത്താവിൻ നാമത്തിൽ താഴ്മയാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ. രാത്രി ആത്മീയ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച എല്ലാവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം എല്ലാ നിലകളിലും ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ സ്നേഹതീരം പ്രയർ ഫാമിലി. ആമേൻ. ദൈവം അനുവദിച്ചാൽ വീണ്ടും നമുക്ക് ഒരുമിച്ച് കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കാം. അതുവരെ ദൈവമായ കർത്താവ് എല്ലാവരെയും അവിടെ ഇവിടങ്ങളിലായി സൂക്ഷിക്കട്ടെ, പരിപാലിക്കട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. എൻ വീട്ടിൽ സമാധാനം തരേണമേ, എൻ ഹൃദയം നീ മാറ്റേണമേ, വേദനകൾ എല്ലാം നീക്കേണമേ കർത്താവേ, നീ വസിക്കേണമേ. തകർന്ന ബന്ധങ്ങൾ ചേർക്കേണമേ, തണുത്ത ഹൃദയം ചൂടാക്കേണമേ, മൗനത്തിലെ കണ്ണീർ തൊടേണമേ, ജീവിതം പുതുക്കേണമേ. എൻ വാക്കുകൾ ജീവൻ നൽകട്ടെ, എൻ മനസ്സ് ശുദ്ധമാകട്ടെ.
കുടുംബം നിനക്കായി ജീവിക്കട്ടെ. എൻ വീട് നിന്റെ ആലയമാകട്ടെ. ഞാൻ മുഴുവനും സമർപ്പിക്കുന്നു. നീ മാത്രമേ രാജാവാകൂ. ഇന്ന് മുതൽ പുതു തുടക്കം, എന്നേക്കുമായി നിന്നോടൊപ്പം.